സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ലെന്നും പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ആശാ വർക്കർമാർക്ക് അർഹതപ്പെട്ട അംഗീകാരം നൽകുന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. നിലമ്പൂർ മൂത്തേടത്തും ചന്തക്കുന്നിലും നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കടുവ ആക്രമണത്തിൽ മരിച്ച ചേക്കോട് കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയാണ് പ്രിയങ്ക റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയത്. കനത്ത മഴയിലും ആവേശം ചോരാതെയായിരുന്നു റോഡ് ഷോ. മൂത്തേടത്ത് കാരപ്പുറം ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് പരിസരം വരെയും നിലമ്പൂരിൽ കാളികാവ് റോഡ് ജംഗ്ഷൻ മുതൽ ചന്തക്കുന്ന് വരെയുമായിരുന്നു റോഡ് ഷോ. തുടർന്ന് നടന്ന പൊതുയോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി രൂക്ഷ വിമർശനമുയർത്തി. നിലമ്പൂരിൽ മനുഷ്യ വന്യജീവി സംഘർഷമാണ് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. എന്നാൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര ഇടപെടുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ആശാ വർക്കർമാർക്ക് അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കുന്നില്ല. പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴല്ല പെൻഷൻ നൽകേണ്ടതെന്നും പ്രിയങ്ക. But this pension is being politicized. It must be given on time. It cannot be given at the will of the government when it suits them, when the election is there, when it's not there, just because it suits the government. People depend on this pension. പ്രിയങ്കയ്ക്കൊപ്പം സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത്, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AP അനിൽകുമാർ, മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയ നേതാക്കളും അനുഗമിച്ചു. ഒരു വശത്ത് പ്രിയങ്ക ആവേശം വിതറിയപ്പോൾ മറുവശത്ത് PV അൻവറിനായി പ്രചാരണത്തിനെത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് MPയുമായ യൂസഫ് പട്ടാനും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. യൂസഫ് പട്ടാന്റെ റോഡ് ഷോ കാണാൻ കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. 100ഓളം വാഹനങ്ങളും റോഡ് ഷോയിൽ പങ്കെടുത്തു. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വഴിക്കടവിൽ സമാപിച്ചു. ന്യൂസ് മലയാളം, നിലമ്പൂർ.